നല്ല പടമായിരുന്നു. എല്ലാവരും ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രാജേഷ് ചേട്ടൻ അടിപൊളിയായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പടം. അതുപോലെ രവിചേട്ടൻ്റെ എഴുത്തും എല്ലാവരും ഭയങ്കര ഗംഭീരമാണ്. പിന്നെ എൻ്റെ സിസ്റ്ററാണ് ഇതിൽ ഹീറോയിനായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. അതെ അതെ, എല്ലാവരും ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തേക്കുന്നത്. ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. പിന്നെ രാജേഷ് ചേട്ടൻ ഒക്കെ ഞങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ് തൊട്ടുള്ളൊരു ബന്ധമാണ് ഒരുമിച്ച് വർക്ക് ചെയ്തത്. അതായത് രവിചേട്ടനും ഞാനുമൊക്കെ ഭീഷ്മപർവ്വത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫാമിലി പടമാണ്. പിന്നെ എൻ്റെ സിസ്റ്ററാണ് ഇതിൽ ലീഡ് റോള് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പേഴ്സണലാണ് പെണ്ണും പൊറാട്ടും. അപ്പോൾ അതുകൊണ്ട് മാത്രം പറയുന്നതല്ല, അതല്ലാതെ ഞാൻ പുറത്തുനിന്ന് ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. നല്ല പടാ, നന്നായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയൂ, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. ബിക്കോസ് ഞങ്ങളൊക്കെ ഇതിൽ അഭിനയിച്ചവരാണ്, ഭാഗമായിട്ട് നിന്നവരാ. സോ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു പടമാണ്. സോ ഒരു 2 വർഷത്തോളം ഈ പടത്തിൽ ജേണി ആയിട്ട് നിന്ന് ഇതിൽ അഭിനയിച്ച് ചെയ്തതാ. രാജേഷ് മാധവൻ്റെ ഒരിക്കലും ഡെബ്യൂട്ടാണെന്ന് പറയൂല. എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. ഭയങ്കര പുള്ളിക്കാരൻ്റെ ഹാർഡ് വർക്ക് ഇതിൽ കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്ന സാധനമാണെങ്കിലും മാക്സിമം പുള്ളി പറഞ്ഞത് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ട് എന്ന്, ആ റോൾ എങ്ങനെയുണ്ടെന്ന് പറയാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. സോ വന്ന് കാണുക, എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ അവിടെ ഒരു വ്യത്യസ്തമായ പ്രമേയമുണ്ട്. അത് വെച്ചാലേ നമ്മൾ അതൊരു കൊമേഴ്സ്യൽ രീതിയിൽ ഇത് കാണരുത്, തട്ടിപ്പിളിപ്പം പടമായിട്ട് ഇത് കാണാൻ വരരുത്. അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു സിനിമയെ ഒരു ഇതായിട്ടുണ്ടല്ലോ, വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ആ പടം എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെടും. രാജേഷ് അതുപോലെയാണ് പടത്തിൻ്റെ ഒരു തീം ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു വെളിവില്ലാത്തൊരു ഗ്രാമം, ആർക്കും വെളിവില്ല, ഒരു നായക്ക് മാത്രമായിട്ടൊരു വെളിവുള്ളത്. അതാണ് പടത്തിൻ്റെ പ്രമേയം കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് പടത്തിന് വേണ്ടി നമ്മുടെ നായക്ക് സ്വരം കൊടുത്തിരിക്കുന്നത് ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസ് അറിഞ്ഞ് പടം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട നമ്മുടെ ചമ്മൻ ചാക്കോ കിട്ടിലിന് എഡിറ്റിങ്, ആ പരിചയസമ്പന്നത എന്തായാലും പുള്ളി ഇത് കാണിക്കുകയും ചെയ്തു. അതുപോലെ എന്ന് വെച്ചാൽ എവിടുന്ന് കിട്ടിയ തരത്തിൽ ഇത് കഥാപാത്രങ്ങളെയൊക്കെ അതുപോലെയാണ് എല്ലാ കഥാപാത്രങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും എടുത്തവർ കാണിക്കുന്നുണ്ട് കേട്ടോ. പടം വേറെ ലെവൽ പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊമേഴ്സ്യലും തട്ടുവെളുപ്പും വരുന്നവർക്ക് ചിലപ്പോൾ പിടിക്കുകയില്ലായിരിക്കും. പക്ഷേ പടം രാജേഷിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഏതായാലും പടം ഇഷ്ടപ്പെടും കേട്ടോ. പടം കിട്ടിയില്ലേ